രാഷ്ട്രീയ കണക്കുകൾക്കപ്പുറം മണ്ഡലത്തെ സ്വന്തം വരുതിയിലാക്കാൻ പ്രാപ്തരായ കരുത്തുറ്റ സ്ഥാനാർത്ഥികൾ തന്നെയാണ് വടകരയിലെ താരങ്ങൾ. അതുകൊണ്ട് സ്ഥാനാർത്ഥികളുടെ മികവ് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. NP ചേക്കുട്ടി, KK ശൈലജ, ഷാഫി പറമ്പിൽ പ്രധാനപ്പെട്ട പോരാളികൾ. അനുകൂലവും പ്രതികൂലവുമാകുന്ന ഘടകങ്ങൾ സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് എത്തും. ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് ഞാൻ കാണുന്നത് ഷാഫിയുടെ യൗവനം തന്നെയാണ്, ശക്തി തന്നെയാണ്, അദ്ദേഹത്തിന്റെ ക്രിയാത്മകമായിട്ടുള്ള പ്രവർത്തന ശേഷി തന്നെയാണ്. കാര്യങ്ങൾ ജനങ്ങളോട് വിശദീകരിക്കുന്നതിൽ അസംബ്ലിയിലായാലും ശരി, പുറത്തായാലും ശരി, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ വളരെ ഫലപ്രദമായിട്ട് ഏറ്റവും ഇഷ്ടമായ രൂപത്തിൽ ആവിഷ്കരിക്കാൻ കരുത്തുള്ള വളരെ ബ്രില്യൻ്റ് ആയിട്ട് ഒരു യങ് പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റാണ് ഷാഫി പറമ്പിൽ. ഒരു തരത്തിലുള്ള ജാടയോ ഒരു തരത്തിലുള്ള അകൽച്ചയോ ഇല്ലാതെ ജനങ്ങളുമായിട്ട് വളരെ ഇന്റിമേറ്റ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യാൻ കഴിയുന്ന ഒരു രീതി ഷാഫി പറമ്പിലിനുണ്ട്. അതേപോലെ തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ ദേശീയമായിട്ട് കോൺഗ്രസ് ഇന്ന് എടുക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾ, BJPക്കെതിരായിട്ട് കോൺഗ്രസ് എടുക്കുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള പ്രവർത്തന ശൈലികൾ, അതെല്ലാം തന്നെ ഷാഫിക്ക് അനുകൂലമായി നിൽക്കുന്നുണ്ട്. കേരളത്തിൽ നിന്നുള്ള രാഷ്ട്രീയ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തന രീതിയും ഇടതുപക്ഷത്തിന്റെ ഭരണനിർവഹണ രീതിയും കേന്ദ്രം ഭരിക്കുന്ന BJPയുടെ രാഷ്ട്രീയ പ്രവർത്തന ഭരണനിർവഹണ രീതിയും ജനങ്ങൾക്ക് ആക്സെപ്റ്റബിൾ അല്ല എന്നൊരവസ്ഥയുണ്ട്. അത് ഷാഫിക്ക് അനുകൂലമായിട്ട് വരുന്ന ഏറ്റവും നിർണായകമായിട്ടുള്ള ഘടകമായിട്ട് ഞാൻ